സംസ്ഥാനത്ത് മഴ തുലാമഴ ശക്തമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ മഴ ഈ പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട്. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ശക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിശക്തമായ മഴ പല പ്രദേശങ്ങളിൽ പെയ്തു. അനുശ്രീ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അനുശ്രീ, വലിയ മഴയാണ്. 7 ദിവസം കൂടി മഴ നീളുമെന്നാണ് മുന്നറിയിപ്പ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലെ അവസ്ഥ എന്തായിരുന്നു? രഞ്ജിത്ത്, വരും ദിവസങ്ങളിൽ മഴ അതിശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് 4 ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലായിരുന്നു. നാളെ 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. വടക്കൻ ജില്ലകളിലേക്ക് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് മാറുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ ഇന്ന് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മഴ പെയ്തതുമായി ബന്ധപ്പെട്ട്. നാളെ ഇടുക്കി ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് എന്നുള്ളതാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നാളെ മഴയ്ക്കുള്ള സാധ്യതയും വളരെയധികം കുറവായിരിക്കും. ഇന്ന് ഓറഞ്ച് അലേർട്ട് 7 ജില്ലകളിലാണ് ഉണ്ടായിരുന്നത്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു ഇന്ന് യെല്ലോ അലേർട്ട്. നാളേക്ക് വരുമ്പോൾ അത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലൊക്കെയാണ് നാളെ യെല്ലോ അലേർട്ട് കാണിക്കുന്നത്. തെക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ നാളെ തിരുവനന്തപുരം, അതേപോലെ തന്നെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകില്ല. വളരെ ചെറിയ രീതിയിലുള്ള മഴയായിരിക്കും അനുഭവപ്പെടുക. ഇടുക്കി ജില്ലയാണ് എടുത്തു പറയേണ്ടത്. ഇടുക്കി ജില്ലയിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടടക്കം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊരു ചെറിയ ശമനം നാളത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ അതിശക്തമായ മഴയ്ക്ക് നാളത്തേക്ക് കുറവുണ്ടാകാനുള്ള സാധ്യത.